പേരാമ്പ്രയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യത്തെ ഒരു നമസ്കാരം പറയാം കേട്ടോ. ആരും വളരെ സന്തോഷം, എല്ലാ ജനങ്ങളുടെ മുഖത്ത് വളരെ സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. പറ്റിപ്പോയൊരു തെറ്റ് അത് തിരുത്താനുള്ള ഒരു സമയം ആഗതമായിരിക്കുന്നു. ഈ മുണ്ട് കണ്ടോ എല്ലാരും? ഈ കസവ് മുണ്ടല്ലേ? ഇതുപോലെ കസവും മുണ്ട് ഇത്ര മനോഹരമായിരിക്കുന്ന ഈ കസവ് മുണ്ടല്ലേ? അറിയാം. ഈ കസവ് മുണ്ട് പോലെ മനോഹരമായിരുന്നു കേരളം എന്ന് ഇതുപോലെ കസവ് മുണ്ട് പോലെ മനോഹരമായിരുന്നത് ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? കാപട്യങ്ങളില്ലാത്ത, കള്ളത്തരമില്ലാത്ത, അഹോരാത്രം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട നേതാവ് നമുക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹം മരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള കേരളമായിരുന്നു. ഇപ്പോഴോ എന്തായി കേരളത്തിന്റെ അവസ്ഥ? നോക്ക, എല്ലാരും നോക്ക. ദാർഷ്ട്യം, ധൂർത്ത, പിന്നെ ഒരു കാര്യം കേട്ടോ, മരുമോനിസം എല്ലാം കൂടെ കൂട്ടി പിഴിഞ്ഞ് ഇതുപോലെയായി കേരളത്തിന്റെ അവസ്ഥ. 10 കൊല്ലങ്ങൾ ഇങ്ങനെയാക്കി. അപ്പോ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം നമുക്കൊപ്പം ഉണ്ടാവുന്ന ഉറപ്പുള്ള ഒരു നേതാവ്, അധികാരികൾക്ക് മുൻപിൽ അന്തസ്സോടുകൂടി നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ചങ്കൂറ്റമുള്ള പ്രാപ്തിയുള്ള ഒരാൾ, അതാണ് നമ്മളെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. ഇത്ര ചെറിയ പ്രായത്തില് നേടിയെടുത്ത നേട്ടങ്ങള് പറഞ്ഞാൽ തീരില്ല. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി, കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ, 2017 ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള 10 വനിതാ വിദ്യാർത്ഥി നേതാക്കളിൽ 1ാം സ്ഥാനക്കാരിയും, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗവും. ഇതൊന്നും അല്ലാട്ടോ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന നേതാവിനാണ് നമുക്ക് വേണ്ടത്. അപ്പോ വരുന്ന മഹായുദ്ധത്തില് അല്ലെ, ഈ വരുന്ന മഹായുദ്ധത്തില് 9-ാം തീയതി വരുന്ന യുദ്ധത്തില് നമ്മുടെ UDF വേണ്ടി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഏത് സമയത്തും നമുക്കരികിലേക്ക് ഓടിയെത്താവുന്ന അല്ലെ, മറ്റുള്ളവരുടെ മുമ്പില് നമ്മുടെ കാര്യങ്ങള് അന്തസ്സോടുകൂടി, അധികാരികൾക്ക് മുമ്പിൽ അന്തസ്സോടുകൂടി നമുക്ക് സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ആരാണ്? അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയെ ഏണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. കേരളം ജയിക്കും, UDF നയിക്കും, അതിൽ യാതൊരു സംശയമില്ല.